ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 കണ്ണി വരുന്ന ഒരു നമ്പറിൻ്റെ ഒരു 26 സൈസുള്ളൊരു വലയാണ്. പിന്നെ കുറച്ച് ഈയം, പിന്നെ ഒരു 1.5 കിലോ ഈയാണ് ഇതിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ടൂൾസ്, ആവശ്യമായിട്ടുള്ള നൂല്, ഗഡ്സ് കാര്യങ്ങളൊക്കെയാണ്. 500 കണ്ണി വല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എണ്ണത്തിനാണ് 500 കണ്ണി എന്ന് പറയുന്നത്. ഇതേപോലത്തെ കണ്ണുകൾക്കനുസരിച്ച് ഇങ്ങനെ പോകുന്നതിനാണ് 500 കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ വല തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വല തന്നെയാണ്. ഇനി നമുക്കിത് ഇപ്പോൾ ഞാൻ 500 കണ്ണിയിൽ ഒരു 1.5 മീറ്ററിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വലയാണ്, ചെറിയ വല, കാലില്ലാത്ത ടൈപ്പ് വലയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കണം. ഇതിൻ്റെ എൻഡ് ഭാഗം, ഇതിൻ്റെ ലാസ്റ്റ് കെട്ട് വരുന്ന ഈ ഭാഗം കറക്റ്റ് ആക്കിയാണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആ സൈഡും അതേപോലെ കട്ട് ചെയ്യണം, എന്നിട്ട് വേണം ഇത് ജോയിൻ്റ് ചെയ്യാൻ. പിന്നെ ഒരു ചെറിയ പീസ് ഇതിൽ വന്ന് ഇനിയും കട്ട് ചെയ്യാണ്ട്, അപ്പോൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 2 പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസും കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചാണ്. ഓക്കെ, 2 പീസുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഈ വലക്ക് സൈഡിൽ വരുന്ന ഈ നൈലോൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്യണം. എന്നാലാണ് ഈ വല കറക്റ്റ് അളവ് വ്യക്തമായി കിട്ടുള്ളൂ. അതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വരുന്നതും ഈ ഭാഗത്ത് വരുന്നതും വലിപ്പ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ നൈലോൺ ഒഴിവാക്കിയാലാണ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇനി കാണാം. വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം കാണണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് വല തുന്നണ, അതിൻ്റെ സൂചി എന്ന് പറയും. ഓക്കെ, പല സ്ഥലത്തും പല പേരാണ് ഇതിന്. ഞാൻ ഗഡ്സാണ് ഇതിൽ ഞാൻ ചെയ്തിരുന്നത്, ഇത് നൈലോണും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള നൈലോണ് നമുക്ക് ആവശ്യമാണ്, അതിനാണ് ഈ സാധനങ്ങൾ ചുറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നൈലോണ് വലിയ വലിയ റോൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗം ഇതിൻ്റെ നൈലോൺ, ഈ നമ്മളെ വലൻ്റെ നൈലോൺ, 2 സൈഡിലുള്ള നൈലോണ് കട്ട് ചെയ്യണം. കട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് അളവും നമ്മളെ കൺട്രോൾ കിട്ടുള്ളൂ വലന്. അപ്പം ഇത് 2 പീസ് ഉള്ള മാത്രമുള്ള വലയാണ്, 2 പീസും പിന്നെ കാലില്ലാത്ത ടൈപ്പ് വല. ഓക്കെ, പിന്നെ ചെറിയ മീൻപിടുത്തത്തിനാണ്, ചെറിയ ചൂണ്ടക്ക് ഇര കോക്കാനും വേണ്ടിയുള്ള ലൈവ് ഫിഷ് കിട്ടാനും വേണ്ടി ഒരു ചെറിയ നെറ്റ് ഉണ്ടാക്കണം മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് വലിയ വലയും, ഇതിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റി ജോയിൻ്റ് വരുമ്പോൾ വലിയ വലയാവും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ പരീക്ഷിച്ച് നോക്കാം. ഞാൻ കട്ട് ചെയ്ത് എടുത്ത സൈഡ് ഭാഗത്തിൻ്റെ ബാലൻസാണിത്. ഇതുപോലെയാണ് ഈ ഭാഗം വരിക. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം ഇതുപോലെ കിട്ടണം. അതായത് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു കെട്ട് വരുന്ന പോലത്തിൽ, അപ്പോഴാണ് ഓരോ കണ്ണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ഡാമേജ് ആയ ഭാഗമാണ്, ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ട് നല്ലൊരു കത്രിക വേണം. കട്ടിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വലൻ്റെ സൈഡിൽ എല്ലാ ഗേഡ്സിൻ്റെ വലക്കും ഉണ്ടാവും ഈ സാധനം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് വലക്ക് ഒന്നുകൂടി വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി ചില ആൾക്കാർ ഇത് ചേക്കനെ ചെയ്യലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വല വൃത്തികേടാവാതെക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു വലൻ്റെ നൈലോണും അത് കഴിഞ്ഞ് ഒരു ഗഡ്സും കൊണ്ട് കട്ട് ചെയ്താൽ മതി. അതായത് ഈ ജോയിൻ്റ് വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്യാം. ഇതേമാതിരി പിടിക്കുക, ഇങ്ങനെയുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വേസ്റ്റേജും ഇതിമേൽ കാണില്ല, വേസ്റ്റേജ് ഉണ്ടാകാൻ പാടില്ല ഇതിമേൽ. അപ്പം ഈ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട്, അത് മറ്റിൽ ജോയിൻറ്റ് ചെയ്യുമ്പം ആ കെട്ട് കൊടുത്ത് ചേർന്നോളും. ഇതുപോലെ ബാലൻസ് വരാൻ കാരണം ഇതുപോലെയാണ് ഈ ബാലൻസ് വരിക. ഇങ്ങനെ വരുമ്പോൾ അത് കെട്ടുമ്പോൾ അത് ഒരുപാട് ഇത് വരും, അത് ബോറാണ് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള ഈ നൈലോണും ഗഡ്സും ജോയിൻ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒരുപാട് സമയമെടുത്താണ് കട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ വല ഒന്ന് കാണാൻ തന്നെ ഒരു വൃത്തിയുണ്ട്. വൃത്തി മാത്രമല്ല, വലൻ്റെ അളവ് കറക്റ്റാവും രണ്ട് സൈഡും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വൃത്തി എന്ന് പറഞ്ഞാൽ ഭംഗി വേണം. അപ്പം ഇനി ആണ് അടുത്ത മെയിൻ പാർട്ട്. ഇത് രണ്ടും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ രണ്ട് സൈഡ് ജോയിൻ ചെയ്യണ പരിപാടിയാണ്. ഇത് ഗഡ്സ് വെച്ച് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യണേ. സെയിം അളവിലുള്ള ഗഡ്സ് ഞാൻ എടുത്തുകണേ. സെയിം അളവിലുള്ള ഗഡ്സിനാണ് ഇത്. ഇനിയാണ് ഇതിൻ്റെ ഉപകാരം. ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ജോയിൻ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇട്ട് തുന്നാൻ പറ്റില്ല, ഇതിനൊരു ലോക്കിങ് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഇതുപോലത്തെ വലിയ നൂലുകൊണ്ടാണ് എടുത്തത്. എന്നിട്ട് ഇതിന്മേൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അങ്ങനെ ചുറ്റിയാണ്ട് എടുത്താൽ മതി. അത് ഗഡ്സ് ആയാലും ശരി, അതുപോലെ ചുറ്റിയതാണ്. ഇതുപോലെ ഗഡ്സിൻ്റെ ചുറ്റിയതാണ് ഞാനിങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, എന്നാലേ പെട്ടെന്ന് പണി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയാണ് ലോക്കിങ്ങിലേക്ക് ഞാൻ പറഞ്ഞത്. ലോക്കയിൽ ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതിന്മേലാണ്. ഇതിന്മേൽ ഈ ഒരു കയറ് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് ഒരു വ്യക്തമായിട്ടൊരു ഇത് കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഭാഗം. ഇവിടുന്ന് അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് താഴെ വരെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. നമ്പറാണ് ഇതിൻ്റെ അളവ് പറയൽ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്ട്രാ വരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് കോത്തെടുക്കുകയാണ് നല്ലത്. ഒരു ഹാഫ് നോട്ടായി നമ്മൾ ഇനി മറ്റീമക്കാണ് ഇനി ജോയിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ബേസാണ് ഇപ്പോൾ നമ്മൾ അവിടെ കെട്ടിയിട്ടത്. ഓക്കെ, നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് നമ്മളൊരു കെട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാലൻസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തിയാണ് നമ്മൾ. ഇപ്പം ഇതും ഒരു കണ്ണായി മാറി. ഇപ്പം ജോയിൻറ്റ് പെർഫെക്റ്റായി. ഇനി നമുക്ക് ഇതിനൊരു ബേസായിട്ട് ഒരു ചെറിയൊരു ഘട്ടം കൂടി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 500ആണ്. ഇനിയിപ്പോൾ ഇതിന്മേൽ 250 കയറാണ്. അപ്പോൾ 250 കയറുമ്പം ഇതിപ്പോൾ 500 കണ്ണ് വരുമ്പോൾ ഇതിമൊക്കെ രണ്ടെണ്ണത്തിന് ഇതിപ്പോൾ 2 കൂട്ടി ചേർക്കുമ്പോൾ ഇത് അങ്ങനെ 250 ആകുമ്പോൾ ഇത് പകുതിയായി മാറും. 500ൻ്റെ പകുതി 250. ഈ 2 കണ്ണ് ഒരുമിച്ചാണ് കൊടുക്കും. അപ്പം മേൽഭാഗത്ത് 500ഉം അതിൻ്റെ അടുത്ത താഴെ ഭാഗത്തേക്ക് 250 വരും. ഇനി നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഒരു അര നമ്പറിൻ്റെ ഒരു
നൈലോണാണ് എടുത്തുക്കുന്നത്. നൈലോണിലാണ് ഇനി ജോയിൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഭാഗം 250 കണ്ണിയുടെ ഒരു ഇതാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാനിത് സൈഡിൽ ഈ ഭാഗത്തുള്ള ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ ടോട്ടൽ ഇത് 500 കണ്ണിൻ്റെ വില ആയതുകൊണ്ട് നമുക്ക് 250ൻ്റെ അത്ര മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. മറ്റേ ഭാഗത്ത് ഇപ്പോഴും നൈലോൺ ഉണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഭാഗത്ത് എത്തുമ്പോഴത്തേന് ഇത് കട്ട് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ നിർബന്ധമായിട്ടും നൈലോൺ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇനിയാണ് ഈ നൈലോൺ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാറുള്ളത്. ഇത് അരമ്പറിൻ്റെ നൈലോണാണ്. ഇത് നമ്മൾ ബേസ്മെൻ്റ് ഇടേണ്ടത്. ഓക്കെ, ഇത്ര പണിയുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 വെച്ചുകൊണ്ടാണ് ആദ്യത്തെ കൊടുത്തത്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഇതിന് തന്നെ കൊടുക്കാം. ഇവിടെ നമ്മൾ 1 കൊടുക്കുന്നത്. അതായത് അവിടെ 2 വരുമ്പോൾ ഇവിടെ 1. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ 250-ന് ഇവിടെ 250 ആകുമ്പോൾ അവിടെ മേലെ 500 മാറുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ജോയിൻ്റ് വരിക. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഒരു കണ്ണായി എക്സ്ട്രാ ആയിട്ട് തോന്നും. അപ്പോഴാണ് അതിനുള്ള വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തതിന് നമ്മൾ 2 കണ്ണ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ കോർത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു കണ്ണായി മാറി. ഇതേമാതിരി ചുറ്റോട് ചുറ്റും ചെയ്യുമ്പോൾ പക്ക ക്ലിയർ ആവും. ഒരിക്കലും അർജൻറ്റാക്കി ചെയ്യേണ്ട. തുടക്കക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പതിയെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്ര ഭാഗം നമ്മൾ ചുറ്റി കഴിഞ്ഞു, കെട്ടി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്താൽ മതി. റൗണ്ടിൽ കുറച്ച് ടൈം എടുക്കും, എന്നാലും സാവകാശത്ത് ചെയ്യുകയാണ് നല്ലത്. ഇവിടെ ഇപ്പം 2 ഇതായിട്ട് വരുന്നുണ്ട്, ഇവിടെ സിംഗിൾ. അപ്പോൾ ഇതാണ് ബേസിക് മെത്തേഡ്. ഈ മെഷീൻ വലൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ജോയിൻ്റ് ആവാത്ത സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടറിഞ്ഞ് ചെയ്യണം. അതെല്ലാം ഞാൻ പിന്നെ വല നമ്മൾ എല്ലാ ഭാഗവും ക്ലിയർ ആണെങ്കിലും മീൻ കിട്ടാതെ പോവും. അത് ഇതിലൂടെ മീനും പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല വലിയ മീനിനൊക്കെ ഇതിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നല്ല ടൈറ്റാക്കി തന്നെ അളവ് നോക്കി ഒന്ന് കെട്ടി കൊടുത്താൽ മതി. പുതിയ വലമലൊക്കെ ഇങ്ങനെ കാണാം. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഇപ്പോൾ നമ്മൾ കെട്ടിയ ഭാഗം ഇതാണ് കെട്ടിയ ഭാഗം. ഓക്കെ, ഇപ്പോൾ അവിടെ ഫില്ലായി. അതേപോലെ ഒരുപാട് സ്ഥലത്ത് ഇതേമാതിരി കാണാം. അത് നമ്മളിങ്ങനെ വിരിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏകദേശം ഫുള്ളായിട്ട് ചുറ്റി കഴിയാനാണ്. ഓക്കെ, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിയും. ഇപ്പം ഇവിടെ 250 കണ്ണിയായി, ഇവിടെ 500 കണ്ണ്. മേലുള്ള 500ഉം ഇപ്പോൾ ഈ റൗണ്ട് 250. ഇനി ഇത്രയുള്ള 250 നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അതാണ് ഈ വലിയ വലൻ്റെ പ്രത്യേകത. 500 കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോയിൻ്റ് അവിടെ കുറഞ്ഞ് കിട്ടും. ഞാൻ ഏറ്റവും ഉപയോഗിക്കൽ കൂടുതൽ കണ്ണ് ഉള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഒരുപാട് ജോയിൻറ്റിൻ്റെ പണി അവിടെ കുറഞ്ഞ് കിട്ടും. അതാണ് ഏറ്റവും ലാഭം. പിച്ചുള്ള 250 നമുക്ക് കട്ടാക്കി ഒഴിവാക്കാം. നമ്മൾ ഈ ഭാഗം ഇപ്പം ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ ആദ്യത്തെ ഭാഗത്ത് നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതനുസരിച്ചാണ് ഇനി താഴത്തേക്ക് കട്ട് ചെയ്ത് പോകാനുള്ളത്. ഈ ഭാഗം നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് തെറ്റിപ്പോവും. അപ്പം കറക്റ്റ് നോക്കിയിട്ട് ഓരോന്നും പിടിച്ച് കട്ട് ചെയ്യാൻ നല്ലത്. ഇച്ചിരി സമയം എടുക്കുന്നാലും നമ്മൾ ഇതുവരെ എടുത്ത പണി നാശമാകരുതല്ലോ.
അങ്ങനെ നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ രണ്ട് പീസായി. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുക ഫസ്റ്റ് കാണിച്ച മാതിരി തന്നെ ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഏതായാലും എനിക്കിപ്പോൾ 2 പീസിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇനി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ മണി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അങ്ങനെ നമ്മളെ വല ഏകദേശം വലൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിന്മേൽ ഈയം കയറ്റാണ്ട്. ഓക്കെ, ഇവിടെ 500 കണ്ണിയും ഇവിടെ 250 കണ്ണിയും. ഇത്രേ ഉള്ളൂ. ഈ ഒറ്റ ജോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുള്ളൂ വലമേൽ. ഓക്കെ, ഈ ഒരു ജോയിൻ്റ് മാത്രമേ ഉള്ളൂ. 2 കഷ്ണം വല മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. ഇനി വലയുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ ഭാഗം ഇതിപ്പോൾ 250 കണ്ണ് വരുന്ന ഭാഗമാണ്. ഇവിടേക്ക് ഇനി സിവൽ വരും. സിവലിൻ്റെ ബാക്കിലാണ് നമ്മളെ തണ്ട, അതേമാതിരി കൈമലിടുന്ന കയറാണിത്, അതിന് വരും. പിന്നെ 500 കണ്ണ് വരുന്ന സ്ഥലത്താണ് ഇതും ഇതിലേക്ക് 1 കിലോ മണിയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ. 500 കണ്ണിന് 1 കിലോ മതി, ചെറിയ വലല്ലേ. പിന്നെ ഇത് മണി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോത്ത് എടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി സിവൽ ഞാൻ അറ്റാച്ച് ചെയ്യാണ്. സിവൽ അറ്റാച്ച് ചെയ്യണ ഞാൻ 1 നമ്പറിൻ്റെ നൂലും സിവലും ഒരു ചെറിയ സൂചിയാണ് എടുത്തത്. അപ്പോൾ സൂചി വഴി കോത്തിട്ട് ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് നീളമുള്ള നൂലായിട്ട് എടുത്തത്. ഒരുപാട് നീളമുള്ള നൂലാണ്, അന്നേരമാണ് ചുറ്റിയിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം ആദ്യം മേലെ നിന്ന് എടുക്കാം. ഫസ്റ്റ് ഒരു കെട്ടിട്ടാൻ വേണ്ടി. ഓക്കെ, കെട്ട് സെറ്റ് ചെയ്യണേ. നമ്മൾ സിവൽ എടുത്തു. അതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഏറ്റവും എൻഡിൽ ഒരു കെട്ടും കൂടി കൊടുക്കണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മറ്റൊരു പ്രൊട്ടക്ഷനും വേണ്ടി ഒരു കെട്ട് കൊടുത്തുന്നുള്ളൂ ആദ്യത്തേത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റി ഏകദേശം പകുതിയായിന്. ഇനി ഇത്രയും കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ 3 വെച്ചാണ് ചുറ്റുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. ഇവിടെ പിന്നെ 3 2 ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ചുറ്റി തീർക്കാമെന്ന് മാത്രമേ ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. അപ്പം ഇതേമാതിരി 3 എടുക്കുന്നു, ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നു. ചെറിയ കെട്ട് കൊടുത്താൽ മതി. അത് നേരെ ഇതിലൂടെ വീണ്ടും എടുക്കുക. വീണ്ടും അടുത്ത 3 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താണ്ട് തീർക്കുക. ഏകദേശം ആ 250 കണ്ണ് മൊത്തത്തിൽ ഇതേമാതിരി ചുറ്റി തീർത്താൽ മതി. അങ്ങനെ നമ്മൾ സിവൽ ഒന്നായിട്ട് കെട്ടിക്കഴിഞ്ഞിന്. സിവലിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് വല ഏകദേശം റൗണ്ട് അടിച്ച് കെട്ടി മൊത്തത്തിൽ. ഇപ്പം വല ലോക്കായി. ഇനി നമുക്ക് ഇവിടെ സിവലിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് കൈമേലിടുന്ന ഈ ഭാഗത്ത് വരുന്ന ഒരു കയറിടാണ്ട് അത് നമുക്ക് ചെയ്യാം. അതിന് നൈലോണിൻ്റെ കയറാണ് ഞാൻ എടുത്തത്. ചെറിയൊരു കയർ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യണം. അതിനാണ് അടുത്ത ഈ പണി. ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള പണി, പിന്നെ അടിഭാഗത്തുള്ള മണിയുടെ പണിയാണ് ചെയ്യാനുള്ളത്. ഇനി ഇത് അറ്റാച്ച് ചെയ്യൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് അറ്റാച്ച് ചെയ്യണതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം. ഇവിടെ
ജസ്റ്റ് ഒന്ന് നൂലും സൂചി എടുത്താണ്ട് ഒന്നൊന്ന് തുന്നി വെച്ചിട്ട് ബാക്കി നമുക്ക് ചുറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. ഇതൊരു സേഫ്റ്റി പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു ജസ്റ്റ് ഒന്ന് നമുക്ക് ചുറ്റണ സമയത്തൊന്ന് നല്ല സീറ്റിംഗ് ആയിട്ട് നിന്നോളൂ. അത് വിചാരിച്ചാണ്ട് കെട്ടി കൊടുക്കുകയാണ്. അല്ലാതെ വേറെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുണ്ടെങ്കിൽ ഒന്നും കൂടി പവർ കൂടും, അത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഇത് ഒന്ന് ചുറ്റി എടുക്കാൻ പോകുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള ചുറ്റാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ കെട്ട് വരുന്നത്. ഇതൊരു ഇൻസൈഡ് കെട്ടാണ്. ഓക്കെ, ഇൻസൈഡ് കെട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് പുറത്ത് കാണൂല കെട്ട് എവിടെ വരുന്നതെന്ന്. എന്നാൽ നല്ല പവർഫുള്ളാവും. വലിക്കും തോറും ടൈറ്റായി കൊണ്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഈ കെട്ടിന് നമ്മൾ 2-ാം നമ്പറിൻ്റെ ഗഡ്സ് നൈലോനാണ് എടുത്തത്. നമ്മളെടുത്തുള്ളത് ഏറ്റവും കട്ടിയുള്ളത് 2-ാം നമ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ